അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? ഡിവിഷൻ ആസ് ആൻ ഇൻവേഴ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഇപ്പം പഠിക്കുന്ന ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷന്റെ നേരെ റിവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് ഡിവിഷൻ ചെയ്യാൻ പറഞ്ഞു തന്നായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്ന്? ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇപ്പോ 20 into 20 divided by 5 എത്രയാന്ന് കണ്ടുപിടിക്കണം. 20 divided by 5 എത്രയാന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എല്ലാവരുടെ കയ്യിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് ഇല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പേജ് നമ്പർ 55 മുതൽ 59 വരെ നിങ്ങളുടെ ടെക്സ്റ്റില് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്. അതിനകത്ത് നമുക്കിപ്പോ 20യെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. 20യെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ടേബിൾസിൽ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 5 ഒന്നെടുത്തേ എല്ലാരും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 5 പേജ് നമ്പർ 56. പേജ് നമ്പർ 56 ദാ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 5. അതിനകത്ത് ആ ടേബിളിന്റെ ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സ് മാത്രം ഒന്ന് നോക്കിയതാ. ഇവിടെ 1 5 is 5, 10, 15, 20, 25, 30, 35, 40 അങ്ങനെ വരുന്നില്ലേ? അതിൽ 20 കണ്ടോ നിങ്ങള്? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 20 കണ്ടോ? 20 കണ്ടോ? ഓക്കെ, ആ 20 കിട്ടാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ നമ്പേഴ്സാ മൾട്ടിപ്ലൈ ചെയ്തേ? 5നെ വേറെ ഏത് നമ്പർ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേ? ഏത് നമ്പർ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേ? 5നെ ഏതുകൊണ്ടാ? 4 കൊണ്ടല്ലേ? 20 കിട്ടാൻ വേണ്ടി 5നെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് അല്ലെങ്കിൽ റിവേഴ്സ് പ്രോസസ് ആണ് ഡിവിഷൻ. അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 20 കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 20 കിട്ടുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 20 കിട്ടുന്നത്. അപ്പൊ നമുക്ക് 20 divided by 5 is equal to 4 എന്ന് കിട്ടി. ഹിബ ഫോണിന് ടച്ച് ചെയ്യണ്ട. ഇനി അങ്ങനെയാണെങ്കിൽ 48 divided by 6 is equal to 48 divided by 6 is equal to എത്രയാ? 6ന്റെ ടേബിൾ ഒന്ന് എടുത്തേ. പേജ് നമ്പർ 57. പേജ് നമ്പർ 57ല് 6ന്റെ ടേബിൾ എടുത്തോ? അതിൽ 6, 12, 18, 24, 30, 36, 42, 48 കണ്ടില്ലേ? ഇവിടെ 48 കണ്ടില്ലേ? 48 കിട്ടാൻ വേണ്ടി 6നെ നമ്മൾ ഏത് നമ്പർ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേ? 8 കൊണ്ടല്ലേ? അപ്പോ 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 എന്ന് കിട്ടും. എത്ര കിട്ടും? 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ
ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേജിൽ പേജ് നമ്പർ 79, പേജ് നമ്പർ 79. അതിൽ എക്സൈസ് 2.2-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ബി ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തേത് അവിടെ കൊടുത്തിട്ടുണ്ട് 32 ഡിവൈഡഡ് ബൈ 8. 32 ഡിവൈഡഡ് ബൈ 8 അവിടെ കൊടുത്തിട്ടുണ്ട്, 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 3ഉം 4ഉം ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഒന്ന് ചെയ്തേ. അവിടെ ബാക്കിയുള്ള 3 എണ്ണവും അതിന്റെ തൊട്ടടുത്ത 4 എണ്ണം, 7 ക്വസ്റ്റ്യൻ. ഒന്ന് പെട്ടെന്നൊന്ന് ടേബിൾ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. എന്താ റേക്ക്? ടീച്ചറെ, അത് ടീച്ചർ അന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ഹോംവർക്ക് ആയിട്ട് തന്നായിരുന്നു. ഹോംവർക്ക് ആയിട്ട് തന്നായിരുന്നോ? ചെയ്തായിരുന്നോ? എന്നിട്ട് ചെയ്തായിരുന്നോ? എന്നാ കുഴപ്പമില്ല, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അടുത്തത് എടുക്കാം അല്ലേ? ടേംസ് റിലേറ്റഡ് ടു ഡിവിഷൻ, പേജ് നമ്പർ 80. നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ആ ടേംസ് നിങ്ങൾ കറക്റ്റ് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം എന്ന് വെച്ചാൽ ആ ടേംസിന്റെ സ്പെല്ലിങ് പഠിക്കണം, അതെന്താണെന്നും പഠിക്കണം. ആ ടേംസ് ഏതൊക്കെയാന്ന് നോക്കാം അല്ലേ? ഓക്കെ, നമ്മളിവിടെ ഒരു ഡിവിഷൻ ഫാക്ട് എടുക്കുന്നു. ഒരു ഡിവിഷൻ ഫാക്ട് എടുക്കുന്നു വെച്ചാൽ 20 divided by 4 is equal to 20 divided by 4 is equal to 5. 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. ഇതില് 20യെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? 20യെ നമ്മൾ പറയുന്ന പേരാണ് ഡിവിഡൻഡ്. ഒരു മിനിറ്റ്. DIVIDEND, ഡിവിഡൻഡ്. ഇനി 4നെ പറയുന്ന പേരാണ് ഡിവൈസർ. DIVISOR, ഡിവൈസർ. 5നെ പറയുന്ന പേരാണ് എന്ത്? ക്വോഷ്യന്റ്. QUOTIENT, ക്വോഷ്യന്റ്. 20യെ പറയുന്നു ഡിവിഡൻഡ്, 4 ഡിവൈസർ, 5 ക്വോഷ്യന്റ്. അതായത് നമ്മളിപ്പോ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനെ നമ്മൾ എന്ത് പറയുന്നു? ആ നമ്പറിനെ ഡിവിഡൻഡ് എന്ന് പറയുന്നു. ആ നമ്പറിനെ ഡിവിഡൻഡ് എന്ന് പറയും. ഇപ്പൊ 20യെ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ കയ്യിൽ ടോട്ടൽ 20 ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ എണ്ണത്തിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയാം. ടോട്ടൽ നമ്മുടെ കയ്യിൽ 20 ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ ആ 20യെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നു. ഇനി നമ്മൾ എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 20 ചോക്ലേറ്റ്സ് എത്ര പേർക്കാണോ ഡിവൈഡ് ചെയ്യുന്നത്, ആ നമ്പറിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നു. ആ നമ്പറിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നു. ഇനി നമുക്ക് ഡിവിഡൻഡിനെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ ക്വോഷ്യന്റ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? ക്വോഷ്യന്റ്. അപ്പൊ നിങ്ങൾ എന്താ പഠിക്കേണ്ടത് ഇതില്? സ്പെല്ലിംഗ്. എന്തിന്റെ സ്പെല്ലിംഗ്? ഏതിന്റെയൊക്കെ സ്പെല്ലിംഗ്? ഡിവിഡൻഡ്, DIVIDEND, ഡിവിഡൻഡ്. ഡിവൈസർ, DIVISOR, ഡിവൈസർ.
Quotient. 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 ഈ 3 സ്പെല്ലിങ്ങും നിങ്ങൾ പഠിക്കാം. ഒരു കാര്യം ചെയ്തോ, എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് മിസ് ഈ എഴുതിയിരിക്കുന്നത് അതേപോലെ ഒന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചേ. ഏത്? മിസ് ബോക്സിൽ ഇട്ട് തരാം. ആ ബോക്സിലുള്ളത് മാത്രം മിസ് എഴുതിയത് പോലെ ഒന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചേ. 20 divided by 4 is equal to 5. എന്നിട്ട് ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്. ഈ 3 എണ്ണത്തിന്റെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സ്പെല്ലിംഗ് ഓരോന്നും പറഞ്ഞോണ്ട് എഴുതാം. ഡിവിഡൻഡിന്റെ സ്പെല്ലിംഗ് DIVIDEND, ഡിവിഡൻഡ്. ഡിവൈസർ DIVISOR, ഡിവൈസർ. നെക്സ്റ്റ് കോഷ്യന്റ് QUOTIENT, കോഷ്യന്റ്. ഓരോന്നിന്റെയും സ്പെല്ലിംഗ് പറഞ്ഞുകൊണ്ട് ഇതൊന്ന് എഴുതിയേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, മിസ് ആദ്യം അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ സം എന്ന് പറയും. SUM, സം. SOME, സം അല്ല, SUM, സം അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? സബ്ട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് പറയും? ഡിഫറൻസ് എന്ന് പറയും. DIFFERENCE, ഡിഫറൻസ്. അതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ എന്ത് പറയും? പ്രൊഡക്റ്റ് എന്ന് പറയും. എന്ത് പറയുന്നു? പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്നൊക്കെ നിങ്ങൾ വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും, പ്രൊഡക്റ്റ് എന്നൊക്കെ. പ്രൊഡക്റ്റ് എന്ന് പറയും. അതേപോലെ ഇപ്പൊ നമ്മൾ ഒരു വേർഡും കൂടി പഠിച്ചു. രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് പറയുന്നു? കോഷ്യന്റ് എന്ന് പറയും. ഈ 4 വേർഡ്സ് നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോവാൻ പാടില്ല. ഓക്കെ, അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടി അതുകൂടി ഒന്ന് നോട്ടിൽ അങ്ങ് എഴുതി വെക്കുക. മിസ് എഴുതി തരാം, അതേപോലെ ഒന്ന് നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, ഒരു കോളൊക്കെ വരച്ചിട്ട് മിസ് എഴുതുന്ന പോലെ തന്നെ അങ്ങ് എഴുതിക്കോ. അഡീഷന്റെ ആൻസറിനെ നമ്മൾ സം എന്ന് പറയുന്നു. നെക്സ്റ്റ് സബ്ട്രാക്ഷന്റെ ആൻസറിനെ ഡിഫറൻസ് എന്ന് പറയുന്നു. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ ആൻസറിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. ഡിവിഷന്റെ ആൻസറിനെ കോഷ്യന്റ് എന്ന് പറയുന്നു. അഡീഷന്റെ ആൻസറിനെ സം എന്ന് പറയുന്നു. സബ്ട്രാക്ഷന്റെ ആൻസറിനെ ഡിഫറൻസ് എന്ന് പറയുന്നു. മൾട്ടിപ്ലിക്കേഷന്റെ ആൻസറിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. ഡിവിഷന്റെ ആൻസറിനെ കോഷ്യന്റ് എന്നും പറയുന്നു. ഇത് ഇതേപോലെ എഴുതിയിട്ട്
ഇതുപോലെ ഒരു കോളത്തിലാക്കി എഴുതി വെച്ചേ. ഈ വേർഡ്സ് ഇനി ഒരിക്കലും മാറാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോ ഫൈൻഡ് ദ ഡിഫറൻസ് അല്ലെങ്കിൽ ഫൈൻഡ് ദ പ്രൊഡക്റ്റ്, ഫൈൻഡ് ദ കോഷ്യന്റ്, ഫൈൻഡ് ദ സം, ഇങ്ങനെയൊക്കെ വന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഫൈൻഡ് ദ സം എന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്യാം. ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് നമ്പേഴ്സും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യാം. ഫൈൻഡ് ദ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സും ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് എന്തിനാ ഇങ്ങനെ എഴുതി വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ സ്പെല്ലിങ്ങും കൂടി പഠിക്കണം കേട്ടോ. സ്പെല്ലിങ്, അഡീഷന്റെ സ്പെല്ലിങ്, സമ്മിന്റെ സ്പെല്ലിങ്, സബ്ട്രാക്ഷൻ, ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ, പ്രൊഡക്റ്റ്, ഡിവിഷൻ, കോഷ്യൻ. സ്പെല്ലിങ് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാ? സ്പെല്ലിങ് പഠിക്കാൻ എന്താ ചെയ്യാ? എഴുതി പഠിക്കണം. എത്ര തവണ? 5 ടൈംസ്. ഓരോ വേർഡും 5 ടൈംസ് എഴുതി പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ഇടാം കേട്ടോ. ഇത്ര വരെ പഠിച്ചിരിക്കുന്നതിന്റെ ഒക്കെ വേർഡ്സ് ഓരോ വേർഡ്സ് ആയിട്ട് നമുക്ക് ഡിക്റ്റേഷൻ ഇടാം. അപ്പൊ അതിനകത്ത് ഈ 8 വേർഡും ഉണ്ടാവും. സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കണ്ട, സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. മാത്സ് പഠിക്കുമ്പോൾ ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. കാരണം മാത്സിൽ ഇത് മാത്രമേ പഠിക്കാനല്ലോ. ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും. അപ്പൊ ഇതിന്റെ ഒന്നും സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ മോശമല്ലേ. ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ഇടാം. അപ്പൊ ഇന്ന് ഹോംവർക്ക് വേണ്ട, കാരണം ഇത് 8 വേർഡ്സും 5 ടൈംസ് എഴുതി പഠിച്ചാൽ മതി. കേട്ടല്ലോ? നോട്ടിൽ തന്നെ 5 ടൈംസ് എഴുതി പഠിക്കുക. എഴുതി കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? വേർഡ്സിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് പഠിക്കുക. പിന്നെ ഇത് മാത്രമല്ല, നേരത്തെ നമ്മൾ പഠിച്ച ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യൻ. ഡിവിഡൻഡും ഡിവൈസറും കൂടി സ്പെല്ലിംഗ് കറക്റ്റ് പഠിക്കുക. അതും കൂടി 5 ടൈംസ് എഴുതി പഠിക്കുക കേട്ടോ. സ്പെല്ലിംഗ് തെറ്റാതെ പഠിക്കണേ. അടുത്ത ക്ലാസ്സിൽ എന്തായാലും മിസ് ഇത്രയും വേർഡ്സ് ഡിക്റ്റേഷൻ ഇടും, തെറ്റിക്കരുത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ് പഠിപ്പിക്കുള്ളൂ. അപ്പൊ എല്ലാവരും വേർഡ്സ് 5 ടൈംസ് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതൊന്ന് മിസ്സിന് അയച്ചു തരാം. എഴുതി പഠിച്ചു എന്നുള്ളതൊന്ന് മിസ്സിന് അയച്ചു തരാം. ഓക്കെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി.